ഇടാൻ പോകുന്നത് ഒരു സവാള, 2 ബീറ്റ്റൂട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള കൂട്ട് കാണാം. കൂട്ട് റെഡിയാക്കാനാണ് തേങ്ങ, നല്ല ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി. അപ്പോൾ നമുക്കിപ്പോൾ കൂട്ട് റെഡിയാക്കാം. കൂട്ട് നമുക്ക് റെഡിയാക്കാം. ആദ്യം ഒരു കപ്പ് തേങ്ങ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണോളമുണ്ട്, നല്ല ജീരകം 1/2 ടീസ്പൂണോളമുണ്ട്, വെളുത്തുള്ളിയും കറിവേപ്പിലയും, പിന്നെ മുളക് പൊടി 1/2 ടീസ്പൂൺ. ഇനി നമുക്കിതൊന്ന് അരപ്പ് ആക്കിയിട്ട് വരാം. കറക്കണം. അതിന് എണ്ണ ഒഴിച്ചു കൊടുത്തു. കടുക് ഇട്ടു, കറിവേപ്പില ഇട്ടു, ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഉപ്പിട്ട് വഴറ്റണം. കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. അടച്ച് വെച്ച് വേണം നമുക്കൊന്ന് വേവിച്ചെടുക്കാൻ. അടച്ച് വെച്ചൊന്ന് നമുക്ക് പാകപ്പെടുത്താം. ഇതിലോട്ട് നമുക്ക് അടച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ചേർക്കാം. ഞാൻ ഉപ്പ് പാകത്തിന് നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് വേവിക്കാൻ വയ്ക്കണം. അടച്ച് വെച്ച് തന്നെ വേവിക്കണം. തോരൻ എപ്പോഴും അടച്ച് വെച്ച് വേവിക്കുമ്പോഴാണ് ടേസ്റ്റ് കിട്ടാറുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അടച്ച് വെച്ച് 10 മിനിറ്റോളം വേവിച്ചിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നാളെ അടുത്തൊരു വീഡിയോയുമായി കാണാം.